അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ, അത് നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബെഡ് ചെയ്തുണ്ടാക്കിയതോ അല്ല. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള മഹാന്മാർ വിത്തിട്ട് പാകിയുണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ, ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചില മരങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഘടനയല്ല, ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല. നമ്മുടെ സംഘടന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള വാങ്ങിൽ മുസ്ലിയാരടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചു കൊണ്ടുവന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല. ശരി ആര് പറഞ്ഞാലും ശരിയാണ്, തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ്. ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല. തടസ്സമാകുന്ന കാലത്തിങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യവും ഇല്ല. സുഹൃത്തുക്കളെ, ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് വേറെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം. അത്തരം സഭകളിലുള്ളവരെയും നമ്മളെയും എല്ലാവരെയും പ്രതിചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ ബിദ്അത്തുകാരാണെന്നും ശരിയായ സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയത്തിലും ഷർത്തും ഫർളും ഒക്കെ നോക്കി കാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. മഹാനായ തങ്ങളവർകൾക്കും ശൈഖുനാ ഉസ്താദ് അവർകൾക്കുമൊക്കെ വഫാത്തായി പോയ അബേലത്ത് തങ്ങളടക്കം താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പ്രാമാണിക പണ്ഡിതന്മാർ, അവർക്കെല്ലാം നമ്മൾ വലിയ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ്. ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ടില്ല. തങ്ങളവറുകൾ ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്